നല്ലൊരു ഉപ്പേരിയാണ് കേട്ടോ. അതായത് മൂക്കാണ്ട് നമ്മൾ കായക്കൊലയൊക്കെ ഒടിഞ്ഞു വീഴില്ലേ, അതുപോലത്തെ. അപ്പോൾ ചെറുകായ കൊണ്ടുള്ള ഒരു ഉപ്പേരിയാണ് കേട്ടോ അന്ന് നമ്മൾ ചെയ്യണത്. അപ്പോൾ അത് ഇവിടെ എങ്ങനെയാണ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അതിനായിട്ട് ഒരു കൊലക്കായ മൊത്തം എടുത്തിട്ടുണ്ട് കേട്ടോ. അതെടുത്തിട്ട് നമ്മളിത് അരിയുന്നതിന് മുമ്പ് കയ്യിലൊന്ന് എണ്ണയൊക്കെ പുരട്ടണത് നല്ലതാണ് കേട്ടോ. അപ്പോൾ അധികം പശ ഉണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കില്ല. അതെടുത്തിട്ട് ഇങ്ങനെ തൊലി ഇങ്ങനെ ചെത്തി കൊടുക്കുക. തൊലിയോട് കൂടിയിട്ട് ഉപ്പേരി വെക്കേണ്ട കേട്ടോ. തൊലി ചെത്തി കളഞ്ഞിട്ട് വെക്കുമ്പോഴാണ് കൂടുതൽ സ്വാദ് ഉണ്ടാവുക. ഇനി ഇത് ഉപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലോ ഇട്ടാൽ മതി. ഇവിടെ ഇപ്പോൾ ഉപ്പ് വെള്ളത്തിലാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ, തൊലി ചെത്തിയിട്ട്. അപ്പോൾ ഇതിൻ്റെ കറിയൊക്കെ വേഗം പോവും. ഒരു കൊലക്കായ മൊത്തം ഉണ്ട് കേട്ടോ ഉപ്പേരി ഉണ്ടാക്കാൻ. ഇനി അത് നടുവ് ചെറുതായിട്ടൊന്ന് കീറി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഉപ്പ് വെള്ളത്തിൽ തന്നെയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇനി അതൊന്ന് നന്നായിട്ട് കഴുകി എടുത്തിട്ട് ഏത് പാത്രത്തിലാണ് വേവിക്കണമെന്ന് വെച്ചാൽ അതിലിട്ട് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ കുക്കറിലാണ് കേട്ടോ വേവിക്കുന്നത്. അതിന് ശേഷം അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ്, 1/4 വരെ ആവാം ഉപ്പ് ഇട്ടിട്ട്, അത് അവനവൻ്റെ പാകത്തിനനുസരിച്ചിട്ട് ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. അത് മൂടി വെച്ച് വെയിറ്റ് ഇടാണ്ട് വേവിച്ചാൽ മതി. അപ്പോൾ നമ്മളിപ്പോൾ സാധാ പാത്രത്തിൽ വയ്ക്കുന്ന പോലെ തന്നെ ആവും, പക്ഷേ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒരു തിള വരുമ്പോൾ സിമ്മിലിടാം. തിളച്ച് കഴിയുമ്പോൾ സിമ്മിലിട്ടിട്ട് പിന്നെ അത് അവിടെ കിടന്ന് ഇടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയാൽ മതി വെന്തോന്ന്. അതിൻ്റെ വെള്ളം വറ്റി വരുമ്പോഴേക്കും അത് പാകത്തിന് വെന്തിട്ടുണ്ടാവും. നമ്മൾ കുറേ വെള്ളത്തിൽ വേവിക്കേണ്ട, പാകത്തിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ തന്നെ അത് പാകമാണ്. ഇപ്പോൾ ഇതിലൊഴിച്ചത് കണ്ടില്ലേ അതുപോലെ. അപ്പോൾ അതിൻ്റെ ആ വെള്ളം വറ്റുന്നതോട് കൂടി തന്നെ അത് വെന്തിട്ടുണ്ടാവും കേട്ടോ. അടച്ച് വെച്ചാൽ മതി. ഈ കുക്കറിലാവുമ്പോൾ കൂടുതൽ ആവി പുറത്ത് പോകണില്ലല്ലോ, അതിൻ്റെ മുകളിൽ കൂടെ പോകണത് മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ട് വേഗം വെന്ത് കിട്ടും. അപ്പോൾ അതേ വെള്ളം വറ്റി അതോടുകൂടി അത് വേവുകയും ചെയ്തു. അപ്പോൾ ഇത്രയ്ക്ക് സമയം മതി കേട്ടോ അത് വേവാൻ. 5-10 മിനിറ്റൊക്കെ മതിയാവും വേവാൻ. ഉപ്പൊക്കെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇനി അത് നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ഇട്ടിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഓയിലൊഴിച്ച് ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് അധികം ഇടണം കേട്ടോ, അപ്പോഴാണ് കുറച്ചും കൂടെ സ്വാദ് ഉണ്ടാവുക. അപ്പോൾ ഉള്ളി കൂടുതൽ ഇടുന്നതനുസരിച്ചിട്ട് ഓയിൽ കൂടുതൽ ഒഴിക്കണം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ കുത്തിപ്പൊടിച്ച മുളകാണ് ചേർത്തത്. പിന്നെ ഈ ഉള്ളിലേക്കുള്ള ആവശ്യമുള്ള ഉപ്പാണ് കുറച്ച് ചേർത്തത് കേട്ടോ. നമ്മൾ കായ ഉപ്പിട്ടിട്ടല്ലേ വേവിച്ചത്, അപ്പോൾ അതനുസരിച്ചിട്ട് ഉപ്പിടാം. പിന്നെ നന്നായിട്ട് അത് മൂത്ത് വരുമ്പോൾ നമ്മൾ കുറച്ച് മുളക് പൊടിയും കൂടെ ചേർക്കുക, കറിവേപ്പിലയും ചേർക്കുക, നന്നായിട്ട് മൂക്കുക. ചെറിയ തീയിലിട്ടിട്ട് മൂപ്പിച്ചാൽ മതി കേട്ടോ മുളക്. അതിന് ശേഷം നമ്മൾ ഈ വേവിച്ച് വെച്ച കുഞ്ഞിക്കായ ഇട്ട് കൊടുക്കുക. അടിപൊളി ഉപ്പേരിയാണിത്. ഇത് കഞ്ഞിയിലേക്കും ചോറിലേക്കും ഒക്കെ നല്ല സ്വാദുണ്ടാവും. ഇതുപോലെ ഉപ്പേരി ഉണ്ടാക്കി നോക്കാത്തവർ എപ്പോഴെങ്കിലും ഇതുപോലത്തെ കുഞ്ഞിക്കായ കിട്ടുമ്പോൾ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ഇപ്പോൾ പരിപ്പ് കറി ഉണ്ട്, പിന്നെ മുതിരപ്പേരി ഉണ്ട്, ഈ ഉപ്പേരി ഉണ്ട്, പപ്പടം വറുത്തതും പിന്നെ തക്കാളി ചമ്മന്തിയും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റ് ഒക്കെ ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.